Next topic is gateway. What is a gateway? Gateway is used to connect large number of computers in a network. ഒരുപാട് കണക്ഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് വരുമ്പോൾ അത്രയും കളക്ഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക് ഡിവൈസാണ് ഗേറ്റ്വേ എന്ന് പറയുന്നത്. ഇതെവിടെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ നമ്മുടെ ATM നെറ്റ്വർക്ക്, ബാങ്കിൻ്റെ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഇങ്ങനെയുള്ള എല്ലാത്തിലും നമ്മൾ ഗേറ്റ് വേ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം പലതരത്തിലുള്ള നെറ്റ്വർക്ക്സ് കണക്ട് ചെയ്യുന്നതിനാണ് ഗേറ്റ് വേ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ പെർഫോം നെസസറി ട്രാൻസ്ലേഷൻ ടു കമ്മ്യൂണിക്കേറ്റ് പ്രോപ്പർലി. നമുക്ക് ഏതൊക്കെ സിസ്റ്റത്തിൽ നിന്ന് എങ്ങോട്ടൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടത് അതനുസരിച്ച് അത് നടത്താനും അതനുസരിച്ച് കമ്മ്യൂണിക്കേഷൻ അവിടെ പ്രോപ്പർലി ഉള്ളത് കൊണ്ട് ഓൾവേസ് ഇറ്റ് ഈസ് വർക്കിംഗ് വെരി സ്മൂത്ത്ലി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ATM നമ്മൾ അറിയാം, എല്ലാ സ്ഥലത്തും ഓൾ ഓവർ നമുക്ക് എവിടെ വേണമെങ്കിലും ഈ സെയിം ബാങ്കിൻ്റെയോ അല്ലെങ്കിൽ വേറെ ബാങ്കിൻ്റെയോ ATM ഉപയോഗിക്കാം. അപ്പോൾ അതിലൂടെ നമ്മൾ പൈസ എടുക്കുന്നു, അല്ലെങ്കിൽ എന്താണ് നമുക്ക് വേണ്ടത് വെച്ചാൽ ഡെപ്പോസിറ്റ് സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ മിനി സ്റ്റേറ്റ്മെൻറ്റോ എനിത്തിങ് നമുക്ക് എന്തൊക്കെ വേണം എന്ന് വെച്ചാൽ അതെല്ലാം, ബാലൻസ് എൻക്വയറി, ഇതെല്ലാം നമുക്ക് അവിടെ പോസിബിളാണ്. അപ്പോൾ ഇങ്ങനെ അത്രയും വലിയൊരു നെറ്റ്വർക്കാണത്. അപ്പോൾ ആ നെറ്റ്വർക്കിൽ എത്ര കമ്പ്യൂട്ടറുകൾ ഉണ്ടെന്നൊന്നും നമുക്ക് പ്രശ്നമല്ല. അതിലൂടെ നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ വളരെ സ്മൂത്തായിട്ട് നടത്താൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ളത് ഗേറ്റ് വേ തന്നെയാണ്. അപ്പോൾ നമ്മൾ നെറ്റ്വർക്ക് ഡിവൈസസ്, ഒരുപാട് നെറ്റ്വർക്ക് ഡിവൈസസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയാണത്? NIC, ഹബ്ബ്, സ്വിച്ച്, റിപ്പീറ്റർ, അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗേറ്റ് വേ. ഓരോ നെറ്റ്വർക്ക് ഡിവൈസസിനും അതിൻ്റെ പർപ്പസ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ പർപ്പസ് മീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കതിനെ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ റിപ്പീറ്റർ ആണെങ്കിൽ ലോങ് ഡിസ്റ്റൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സിഗ്നൽ വീക്ക് ആവുമ്പോൾ അതിനെ സ്ട്രെങ്തൻ ചെയ്തിട്ട് കടത്തിവിടുന്നു. അതുപോലെ തന്നെ ഹബ്ബ്, നമ്മളൊരു സാധാരണ ഒരു ലാബോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നെറ്റ്വർക്ക് ചെയ്ത ഒരു ഓഫീസ് റൂം ആണെങ്കിൽ തന്നെ അവിടെ നമുക്ക് എല്ലാ സിസ്റ്റത്തിലേക്കും കണക്ട് ചെയ്തുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്നു ഹബ്ബ്. സ്വിച്ച് ആണെങ്കിൽ ഇതുപോലെ തന്നെ നെറ്റ്വർക്ക് ചെയ്ത സ്ഥലത്ത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിൽ കണക്ഷൻ കൊടുത്താലും നമ്മൾ ഏത് സിസ്റ്റത്തിലേക്ക് പെർട്ടിക്കുലറായിട്ട് സെൻഡ് ചെയ്യുന്നു ആ സിസ്റ്റത്തിലേക്ക് മാത്രമായിട്ട് നമ്മൾ കൊടുക്കുന്ന കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്ത് കൊടുക്കുന്നു. അതുകൊണ്ട് സ്വിച്ചിനെ നമ്മൾ ഇൻ്റലിജൻറ്റ് ഹബ് എന്നാണ് പറയുന്നത്. NIC നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡാണത്. അത് നമ്മൾ മദർ ബോർഡിൻ്റെ ഭാഗമായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് അത് വെച്ച് കഴിയുമ്പോൾ യു ആർ ഏബിൾ ടു മേക്ക് ദോസ് സിസ്റ്റംസ് ഇൻ വിച്ച് ഇറ്റ് ഹാസ് NIC ആസ് എ പാർട്ട് ഓഫ് ദ നെറ്റ്വർക്ക്. നെറ്റ്വർക്കിൻ്റെ ഭാഗമാക്കി NIC കാർഡുള്ള സിസ്റ്റത്തിനെ നമുക്ക് നെറ്റ്വർക്കിൻ്റെ ഭാഗമാക്കി മാറ്റാൻ സാധിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പറയുന്നതാണ് ഗേറ്റ് വേ. വലിയ നെറ്റ്വർക്ക്, അതായത് ഇൻ്റർനെറ്റോ അല്ലെങ്കിൽ ATM, ബാങ്കിൻ്റെ ATM എന്ന് പറഞ്ഞാൽ ഫുൾ നെറ്റ്വർക്കൊക്കെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത്രയും സ്മൂത്തായിട്ട് അവിടെ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്നു അക്രോസ് മില്യൺസ് ഓഫ് സിസ്റ്റംസ്. അത് നമുക്ക് പോസിബിൾ ആവുന്നതിൻ്റെ കാരണം നമ്മുടെ ഗേറ്റ് വേ ആണ്. അപ്പോൾ ഗേറ്റ് വേയിലൂടെ എന്താണ് സംഭവിക്കുന്നത്? പലതരത്തിലുള്ള നെറ്റ്വർക്ക് കണക്റ്റഡ് ആണെന്ന് മാത്രമല്ല നെസസറി ആയിട്ടുള്ള ട്രാൻസ്ലേഷൻസ് നടത്തുന്നു. അപ്പോൾ അതനുസരിച്ച് എവിടെ വേണമെങ്കിലും നമുക്ക് ആ കമ്മ്യൂണിക്കേഷൻ പോസിബിളായി സ്മൂത്തായിട്ട് നെറ്റ്വർക്ക് ഓപ്പറേഷൻ നടക്കുന്നു.